അങ്ങനെ ഹിമാലയത്തിലേക്കുള്ള യാത്ര ആരംഭിച്ചിട്ട് ഇന്ന് 9 ദിവസം പിന്നിടുന്നു. ഇനി ഞങ്ങളുടെ ട്രക്കിംഗ് ബ്രഹ്മത്താലിലേക്കാണ്. വാൻ വില്ലേജിൽ നിന്ന് 3 ദിവസത്തെ ട്രക്കിംഗ് നടത്തി വേണം ബ്രഹ്മത്താലിലെത്താൻ. സാഹസികത ഇഷ്ടപ്പെടുന്ന ആർക്കും മലനിരകളുടെ മനോഹരമായ കാഴ്ച ആസ്വദിക്കാനും മാന്ത്രികപരമായ ട്രക്കിങ്ങിനും തിരഞ്ഞെടുക്കാൻ പറ്റിയ സ്ഥലമാണ് ബ്രഹ്മത്താൽ ട്രക്കിംഗ്. മുൻപെങ്ങും കണ്ടിട്ടില്ലാത്ത വൈവിധ്യമാർന്ന പല കൃഷി രീതികളും നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇവിടുത്തെ ഓരോ മൃഗങ്ങൾക്കും കാലാവസ്ഥയുമായി യോജിച്ചു പോകുന്ന രീതിയിലാണ് ജീവിതം. അങ്ങനെ പ്രകൃതിയുടെ ഭംഗി ആസ്വദിച്ചും അവിടുത്തെ കൃഷികളും ഗ്രാമവാസികളെയും കണ്ട് കുശലം പറഞ്ഞ് യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഹിമാലയ യാത്രയിൽ നിങ്ങളും എന്നോടൊപ്പം ഉണ്ടാകണം. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അങ്ങനെ ഏപ്രിൽ 11 തിരുവനന്തപുരത്തും ആരംഭിച്ച ഈ യാത്ര അവസാനിക്കുന്നത് ഏപ്രിൽ 27 ഹിമാലയത്തിലെ രൂപ്കുണ്ട് ബ്രഹ്മത്താൽ ഇവിടേക്കാണ് 23 പേരടങ്ങിയ ഈ സംഘത്തിന്റെ യാത്ര. പ്രതികൂലമായ കാലാവസ്ഥ മൂലം രൂപ്കുണ്ടിൽ പോകാൻ കഴിഞ്ഞിരുന്നില്ല എങ്കിലും അടുത്ത ലക്ഷ്യം ബ്രഹ്മത്താൽ ട്രക്കിംഗ് ആണ്. അതിസാഹസികം നിറഞ്ഞ യാത്ര തന്നെയാണ്. പാറക്കെട്ടുകൾ നിറഞ്ഞ വഴിയിൽ കൂടിയുള്ള നടത്തം അതികഠിനം തന്നെയായിരുന്നു. ഓരോ യാത്രയും ജീവിതത്തിൽ സമ്മാനിക്കുന്നത് ഓരോ അനുഭവങ്ങളാണ്. പുതിയ തരം ഭാഷകൾ, പുതിയ തരം ആളുകൾ, പല പല സംസ്കാരങ്ങൾ, പല പല ഭക്ഷണ രീതികൾ, ഓരോ പ്രദേശത്തിൻ്റെയും വ്യത്യസ്തപരമായ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ഇവയെല്ലാം പുതിയൊരു അനുഭവം തന്നെയാണ് നമ്മൾക്ക് സമ്മാനിക്കുന്നത്. ധാരാളം വന്യമൃഗങ്ങളെ ഈ യാത്രയിൽ നമുക്ക് കാണാൻ സാധിക്കും. ഏകദേശം 11 കിലോമീറ്റർ ദൂരം ഇന്ന് സഞ്ചരിക്കാനുണ്ട്. അങ്ങനെ ബ്രഹ്മത്താൽ ലക്ഷ്യമാക്കി ഞങ്ങളുടെ യാത്ര തുടരുകയാണ്. ഇന്ന് കുറച്ച് നേരത്തെ തന്നെ ക്യാമ്പിൽ എത്തിച്ചേർന്നു. കുറച്ച് സമയം ക്രിക്കറ്റൊക്കെ കളിച്ചും അവിടുത്തെ ഗ്രാമത്തിൽ ചുറ്റിക്കറങ്ങിയും കാഴ്ചകൾ കണ്ടു നടന്നു. ഇനിയും ഹിമാലയത്തിലെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കരുത്. കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ യുവർ വാച്ചിങ്.